പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ഗുഹ പോലെ കാണുന്ന ഒരു സ്ഥലമാണ്. ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ പ്ലേസാണ് അല്ലേ? അതെ അതെ. അപ്പം ജെറി നമ്മുടെ കൂടെ ഉണ്ട്. ജെറി ഇവിടെ വളരെ ഇതിനെക്കുറിച്ചൊക്കെ ജെറിക്ക് നല്ല അറിവുണ്ട്. ജെറി, എന്തുവാണ് നമ്മൾ ഈ പോയി നിൽക്കുന്ന സ്ഥലം? നമ്മൾ ഇതിപ്പോൾ നിൽക്കുന്നത് റബാത്തിലെ എംദിനയ്ക്കകത്ത് വിജിന കോട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാറ്റക്കോംസ്, അതായത് പഴയ കാലത്ത് ആൾക്കാർ മരിച്ച് അടക്കുന്ന ഒരു ഏരിയ, സ്പെഷ്യലായിട്ട് ആൾക്കാരെ ഇവിടെ മണ്ണിൽ അടക്കുന്നതായിട്ടുള്ള സ്ഥലം. അതുപോലെ തന്നെ വേൾഡ് വാർ സെക്കൻഡിലെ ഷെൽട്ടറാണ് ഈ കാണുന്ന ഒരു ഏരിയ. അല്ലാതെ ഇത് ഒത്തിരി വൈഡ് ഏരിയ ആയിട്ട് ഇവിടെ മൊത്തം നമുക്കുണ്ട്. ഇതുപോലെ തന്നെ അറകളായിട്ടാണ് ഇത് മൊത്തം കാണാൻ പറ്റുന്നത്. പിന്നെ അതല്ലാതെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സെന്റ് പോൾസ് ഗ്രോട്ടോ എന്ന് പറയും. അതായത് പോള് വന്ന് താമസിച്ച സ്ഥലം, അത് പുബ്ലിയോസിന്റെ ആ സമയത്ത് പോള് വന്ന് താമസിച്ച സ്ഥലം നമുക്കത് കുറച്ച് കഴിഞ്ഞ് കാണാം. അതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് അവർ പ്രിസർവ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ ആണ് ഇത് കംപ്ലീറ്റ്. അതിന്റെ മ്യൂസിയവും ഏൻഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് മ്യൂസിയം കാര്യങ്ങളും ഒക്കെ നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റും. നമ്മുടെ പ്രീസ്റ്റിന്റെ ഓരോരോ ഡ്രസ്സസിനെ പറ്റി അറിയാൻ പറ്റും. പഴയ കാലത്തുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഈ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഓക്കെ. ഇത് ആൾക്കാർ ഈ കാറ്റഗം ഇത് ആൾക്കാരുടെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. അതെ അതെ, തീർച്ചയായും നമുക്കറിയാം. ഇതുപോലെ ഒത്തിരി കല്ലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് അല്ലേ? ഇതിപ്പോ രണ്ടുപേരെ അടക്കിക്കാൻ നമുക്കറിയാം. ഇത് എനിക്ക് തോന്നുന്നു തല വെക്കുന്ന. ഓക്കെ. അപ്പൊ നമ്മുടെ കാറ്റക്കോംസിനെ സംബന്ധിച്ച് റിലീജിയസ് ഒത്തിരി എക്സ്പ്ലനേഷൻ അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ കാറ്റക്കോംസ് ഇപ്പോൾ റോമിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഏകദേശം 3-4 ഫ്ലോറുകൾ, ഇപ്പോൾ ഇതുപോലെ 4 ഫ്ലോറുകളിലായിട്ട് ഏകദേശം 5 ലക്ഷം പേര് 27ഓളം കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കാറ്റക്കോംസ്. കാറ്റക്കോംസ് ഈ 1st സെഞ്ചുറി കാലഘട്ടങ്ങളിൽ മുതൽ 4th സെഞ്ചുറി വരെ ക്രിസ്ത്യൻ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു ഹിഡൻ റിലീജിയൻ അല്ലെങ്കിൽ ബാൻഡ് റിലീജിയനാണ്. അതവിടെ പ്രസംഗിക്കാൻ പാടില്ല, അവരുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇവർ ക്രിസ്ത്യാനിയായിട്ട് ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ താമസിക്കാനായിട്ട് ഉണ്ടാക്കിയ എന്ന് വെച്ചാൽ ഒളിച്ച് താമസിക്കാനും ഉണ്ടാക്കിയിരുന്ന സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള. അപ്പോൾ ഇതിവിടെ ഒരു കാറ്റഗോംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ 1st സെഞ്ചുറി ക്രിസ്ത്യൻസ് 4th സെഞ്ചുറി വരെയുള്ള ക്രിസ്ത്യൻസ് താമസിച്ചു. അപ്പോൾ അവരുടെ താമസിക്കുന്ന ഇടങ്ങളിൽ അവരുടെ ഇതുപോലെ ഓരോ ഏരിയ കാണും. ഇപ്പൊ നമ്മൾ അവിടെ കണ്ടൊരു കുഴി പോലെ കാണുന്നത് ഒരുപക്ഷെ അവർ പ്രാർത്ഥിക്കാനും കുക്ക് ചെയ്യാനും താമസിക്കാനും അങ്ങനെ ഈ കാറ്റകോംസിനകത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂടി 10 പേര് 20 പേരൊക്കെ ഒരുമിച്ച് കൂടി താമസിക്കുക പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരുപക്ഷെ അവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ റോമിലേക്കുള്ള കാറ്റകോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ അസ്ഥികൂടങ്ങൾ തന്നെ കാണാം. ഇപ്പൊ ഇതിനകത്ത് അതിനകത്ത് അവിടുന്ന് അന്ന് കേട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ചില കുഞ്ഞു കുട്ടികളുടെ വരെ ചില സ്കെൽറ്റനിൽ തലയില്ല, കൈയില്ല. അപ്പോൾ പെർസിക്യൂഷനാണ്. അപ്പോൾ ഇവർ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുക. അപ്പോൾ അന്നത്തെ റോമൻ കൊലോസിയത്തിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോൾ ഇതിനകത്ത് ഇറങ്ങി റോമൻകാർ ഇവരെ പിടിച്ചുകൊണ്ടുപോയാണ് പന്തങ്ങളാക്കിയും ഒക്കെ കൊല്ലുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ അന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്ത് ചെയ്യുക, ഈ ഒരുപക്ഷെ അപ്പനെ പിടിച്ചുകൊണ്ട് പോയാൽ അവരുടെ പ്രാർത്ഥന മക്കളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയും, അമ്മയെ പിടിച്ചുകൊണ്ട് പോകാം, മക്കളെ പിടിച്ചുകൊണ്ട് പോകാം, ഞങ്ങളുടെ വിശ്വാസം ഇത് കരുതി നഷ്ടപ്പെട്ടു പോകരുത്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന കർത്താവേ ഞങ്ങൾക്ക് അത് തരണേ ഇത് തരണം. അന്നത്തെ അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പ്രതികൂലത്തിൽ ഞങ്ങൾ യേശുവിനെ തള്ളിപ്പറയാൻ ഇടവരരുതേ, അതിന് സഹായിക്കണമെന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഇതുപോലെ തന്നെ കാറ്റകോംസിനകത്ത് നിൽക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ കൊടുത്ത വിലയുടെ പ്രതിഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല നന്മകളും സ്വാതന്ത്ര്യവും. അപ്പോൾ ഞാൻ റോമിൽ ചെല്ലുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത് 27 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന കാറ്റകോംസിന് ഏകദേശം 2-3 കിലോമീറ്റർ മാറിയാണ് ഇന്നത്തെ പ്രൗഢഗംഭീര പോപ്പിരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ചർച്ച്, സെന്റ് പോൾ ചർച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ മുകളിൽ കാണുന്നത് ഈ പ്രൗഢഗംഭീരമായ ക്രിസ്ത്യാനിറ്റി. പക്ഷെ നമ്മൾ അടിയിൽ കാണുന്ന ഇതുപോലെ അടിയിൽ ഇറങ്ങുമ്പോഴാണ് ഈ രക്തത്തിന്റെ മേളിലാണ്
ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യാനിറ്റി അവർ കൊടുത്ത വർഷങ്ങൾ 4th സെഞ്ചുറി വരെ അവർ കൊടുത്ത വിലയാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇങ്ങനെ ഹിഡനായിട്ട് താമസിച്ചിട്ടും അവരുടെ ഭൗതിക നന്മയല്ല പറയുന്നത്, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ പ്രാർത്ഥിച്ചതിന്റെ, അവർ അനുഭവിച്ച രക്തസാക്ഷിത്വത്തിന്റെ, ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളുടെ തലയില്ലാത്ത സ്കെൽറ്റൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞു ആ കുഞ്ഞ് വില കൊടുത്തതിൻ്റെയൊക്കെ ഫലമാണ് രാജകീയ മതമായിട്ട് ഇന്ന് ക്രിസ്ത്യാനിറ്റി മാറി. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിച്ച സ്വാതന്ത്ര്യവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകളുടെ എല്ലാം ഫൗണ്ടേഷനാണ് ഇത് കാറ്റക്കോംബ് എന്ന് പറയുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അറിയാം എത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓരോ ഇവിടെ ശവകുടീരം അടക്കിയിരിക്കുക, ഇവിടെ അവര് താമസിക്കുക, ഇവിടെ അവര് കുക്ക് ചെയ്യുക. ഇത് കണ്ടോണ്ടാ, ഇത് ഇത്രയേ ഉള്ളൂ ലിമിറ്റേഷൻ. ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്കകത്ത് ഈ ലിമിറ്റേഷനകത്ത് ഇപ്പം ഒരാളിന്റെ മരിച്ച ശവകുടീരം ഇവിടെ മുമ്പിൽ കിടക്കുക. അത് നോക്കുക, അത് ചീഞ്ഞു നാറും. വേറെ ഒരിടം ഇതുവരെ പുറത്തടക്കില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടെന്ന് പോലും അറിയാതെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി തിരിച്ചറിയേണ്ട ഒരു കാരണം നമ്മുടെ ഇവരുടെയൊക്കെ ഈ കാറ്റഗോംബിനകത്ത് നമുക്കത് വ്യക്തമായിട്ട് ഫീൽ ചെയ്യും. ഭയങ്കരമായിട്ട് നമുക്ക് ആ റോമിലൊക്കെ ചെല്ലുമ്പോൾ അതിന്റെ അസ്ഥികൂടങ്ങൾ നമുക്ക് കാണാം. കൈയില്ലാത്ത, കാലില്ലാത്ത, കണ്ണില്ലാത്ത, ആക്രമിക്കപ്പെട്ട. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഇന്നത്തെ ഈ സൗഭാഗ്യങ്ങളുടെ എല്ലാം ഫൗണ്ടേഷൻ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി ഹിഡനായി ഒളിച്ചും താമസിച്ചും അവരുടെ വിശ്വാസത്തെ കാത്തതിൻ്റെ, വിശ്വാസം നഷ്ടപ്പെടാതെ തള്ളിപ്പറയാതെ യേശുവിനെ വേണ്ടി നിലനിന്നതിൻ്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് നമ്മളത് ഓർക്കുക. ആ കർത്താവിനെ ഇനിയും വരാൻ പോകുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ യേശുവിനെ തള്ളിപ്പറയാതെ അന്ത്യത്തോളം നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.